ഒരിക്കൽ ക്ലാസ്സിലെ വാച്ച് കെട്ടിയ കുട്ടിയെ കണ്ടപ്പോൾ ഒരുത്തനൊരു മോഹം. ഒരു ദിവസം ഒരു തവണ മാത്രം വാച്ചൊന്ന് കെട്ടണമെന്ന്. എന്നാൽ ആ കുട്ടി സമ്മതിച്ചില്ല. അങ്ങനെ അവനത് മോഷ്ടിച്ച് കീശയിലിട്ടു. ആരും കാണാതെ ഒരിക്കൽ മാത്രം കയ്യിലൊന്ന് കെട്ടാൻ വേണ്ടിയായിരുന്നു. വാച്ച് നഷ്ടപ്പെട്ട കുട്ടി കരച്ചിലോട് കരച്ചിൽ. അധ്യാപകൻ എല്ലാവരെയും നിരയായി നിർത്തി കള്ളനെ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയോടെ. എന്നാൽ മോഷ്ടിച്ചവൻ സകല പേരുകളെയും പ്രാർത്ഥിച്ച് ധൈര്യമെല്ലാം ചോർന്നങ്ങനെ നിൽപ്പാണ്. അധ്യാപകൻ എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു. എല്ലാവരുടെ കീശയിലും തപ്പി. അങ്ങനെ ഒരുത്തൻ്റെ കീശയിൽ നിന്ന് അത് കിട്ടി. എന്നാൽ അധ്യാപകൻ തിരച്ചിൽ അവസാനിപ്പിച്ചില്ല. ഒടുവിൽ എല്ലാവരുടെയും കീശയിലും തിരഞ്ഞതിന് ശേഷം അധ്യാപകൻ വാച്ച് ഉടമയ്ക്ക് തിരികെ നൽകി. ആ കുട്ടി സന്തോഷവാനായി. മോഷ്ടിച്ചവൻ അന്ന് ശരിക്കും രക്ഷകനെ കണ്ടു, അതും അധ്യാപകന്റെ രൂപത്തിൽ. ഒന്നും ചോദിച്ചതുമില്ല, ശാസിച്ചതുമില്ല. പക്ഷേ ഒരിക്കൽ പോലും ഇനി മോഷ്ടിക്കില്ലെന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുത്തിരുന്നു. ഇതുപോലൊരു അധ്യാപകനാവാൻ അവൻ കൊതിച്ചു. പഠിച്ച് അവനിപ്പോൾ ഒരു അധ്യാപകനാണ്. കാലം ഏറെ കഴിഞ്ഞപ്പോൾ തന്നെ അധ്യാപകനാക്കിയ ആ ഗുരുവിനെ അവൻ കണ്ടു. ഏറെ നിരാശനായിരുന്നു അയാൾ. തൻ്റെ ശിഷ്യനെ അയാൾക്ക് ഓർമ്മയിൽ പോലും വന്നില്ല. അന്നേരം അവൻ ഈ മോഷണക്കാരൻ ഓർമ്മിപ്പിച്ചു. സാർ, ഞാനായിരുന്നു ആ വാച്ച് മോഷ്ടിച്ചത്. അങ്ങനെ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കാത്തതിന്. ചെറിയൊരു മന്ദഹാസത്തോടെ അധ്യാപകൻ പറഞ്ഞു. ശരിക്കും അന്നേരം ഞാനും കണ്ണടച്ചാണ് കീശയിൽ വാച്ച് തപ്പിയത്. എനിക്കറിയില്ലായിരുന്നു അത് ആരാണെന്ന്. എന്തൊരു മനുഷ്യൻ! മാലാഖമാർ പോലും തോൽക്കുന്ന മനസ്സിനുടമ. രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ഏറെ നേരം നോക്കിയിരുന്ന് സന്തോഷത്തോടെ കണ്ണീർ തുടച്ച് യാത്ര പറഞ്ഞു. ഈ കഥയിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠമെന്തെന്നാൽ, ഒരു നിമിഷത്തെ തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്നതായിരിക്കും.